ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കോമിക് വിൻസ. സോ അങ്ങനെ ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും വൺ പീസ് ചാപ്റ്റർ 1163 സ്പോയിലേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് സ്പോയിലേഴ്സിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ചാപ്റ്ററിന്റെ പേര് വന്നിട്ട് പ്രോമിസ് എന്നാണ്. ഇതിന്റെ കവർ പേജ് വളരെയധികം രസകരമായിട്ടുള്ളൊരു ചിത്രമാണ്. കാരണം ലൂഫി കുറച്ച് കുരങ്ങന്മാരായിട്ട് പാർക്കർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കഥയിലേക്ക് വരുമ്പോൾ ഈമു റോക്സിനെ ദേവി ജോൺസ് എന്ന് വിളിക്കുന്നു. എന്നാൽ റോക്സ് അത് താനല്ല എന്ന് റിപ്ലൈ ചെയ്യുന്നു. താൻ ഒരു കാര്യം പ്രോമിസ് ചെയ്താൽ അത് ഫുൾഫിൽഡ് ആയിരിക്കണം എന്ന കാര്യത്തോട് എഗ്രി ചെയ്യുന്നുവെന്ന്. സോ അങ്ങനെ ഫൈനലി ബിഗ് മോമും ആ ഒരു ട്രയലിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതായത് റോക്സിന്റെയും കൈതോയുടെയും വൈറ്റ് ബീഡിന്റെയും കൂടെ. അങ്ങനെ അവർ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതിനുശേഷം സീൻ ചേഞ്ച് ആകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് റോജർ പൈററ്റ്സും റോക്ക് പൈററ്റ്സുമായി ക്ലാഷ് ചെയ്യുന്നതാണ്. ജോണും ഗെൻസുയും തമ്മിലുള്ള ഫൈറ്റ് അവിടെ തുടങ്ങുന്നു. മേ ബി ഇത് പുതിയ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ ആവാം, അതല്ലെങ്കിൽ ആ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ ആവാൻ സാധ്യതയുണ്ട്. സോ അതെന്താണെന്നുള്ളത് ചാപ്റ്റർ വന്നതിന് ശേഷം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ശേഷം ഗാർപ്പും റോജറും ഒരുമിച്ച് ഈമുവിനെ അറ്റാക്ക് ചെയ്യുന്നു. സെബേക്ക് തന്റെ ടോപ്പ് 3 അലൈസുമായിട്ട് ജോയിൻ ചെയ്ത് അറ്റാക്ക് തുടങ്ങുന്നു. ഇനിയാണ് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം വരുന്നത്. റോക്സും റോജറും ഗാർപ്പും വൈറ്റ് ബീഡും കൈതോയും ബിഗ് മോവും എന്നിവരെല്ലാം ചേർന്നും ഈമുവിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു എപ്പിക് ഡബിൾ പേജ് ഉണ്ട്. അത്രയും വലിയ മാസീവ് അറ്റാക്ക് ആണെങ്കിൽ പോലും ഈമു അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നു. ചാപ്റ്റർ അവസാനിക്കുന്നത് ഈമു ഡോമി റിവേഴ്സ് എബിലിറ്റി ഉപയോഗിച്ച് റോക്സിനോട് തന്റെ ഫാമിലിയെ കൊല്ലാൻ ഓർഡർ ചെയ്യുന്നതോടെയാണ്. സോ ഈ ഒരു സ്പോയിലേഴ്സിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ചാപ്റ്റർ ഒരു ഗംഭീര ചാപ്റ്റർ തന്നെ ആയിരിക്കും. അപ്പൊ എന്നെ പോലെ നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സ്പോയിലേഴ്സായിട്ട് അടുത്ത ആഴ്ച പാக்கலாம். സയോനാര.